രാവിലെ 6 മണിക്ക് തന്നെ എൻ്റെ അലാറം അടിക്കും കേട്ടോ. എനിക്കറിയാം മോള് സ്കൂളിൽ പോകണമെന്നും എനിക്കും എൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ടെന്നും ഒക്കെ. പക്ഷേ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ. എൻ്റെ ശീലങ്ങളൊന്നും മാറ്റാൻ എനിക്ക് ഇത്ര വർഷം കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല. അലാറം കേട്ടാൽ ഒന്നുകൂടെ പുതപ്പിനടിയിലോട്ട് ചുരുണ്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഒരു 5 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് കിട്ടിയാലും ഞാൻ സന്തോഷമാണ്. അങ്ങനെ മടിയൊക്കെ മാറ്റി ഞാൻ പതുക്കെ എഴുന്നേൽക്കും. പതുക്കെ അല്ല കേട്ടോ, എഴുന്നേൽക്കാൻ തുടങ്ങുന്നത് തൊട്ട് ഞാനങ്ങ് സൂപ്പർ ഫാസ്റ്റ് ആവും. പിന്നെ പല്ലൊക്കെ തേച്ചൂന്ന് വരുത്തിയിട്ട് ഞാൻ അടുക്കളയിലോട്ടൊരു ഓട്ടമുണ്ട്. തലേന്ന് മുറിച്ച് വെച്ച പച്ചക്കറികളുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സന്തോഷമാണ്. ഹായ്, അതിനെയൊക്കെ ഒന്നെടുത്ത് വേവിച്ച് കടുക് വറുത്താൽ പരിപാടി കഴിഞ്ഞല്ലോ. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ആ അടുക്കളയിലോട്ട് ചെല്ലുമ്പോഴുള്ള അവസ്ഥയുണ്ടല്ലോ, എൻ്റെ അമ്മേ, ഓർക്കാൻ കൂടെ വയ്യ. എവിടെ നിന്ന് തുടങ്ങണം, എന്തിന്ന് തുടങ്ങണം, ഒരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ. എന്നെപ്പോലെ തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരെന്നും എനിക്കറിയാം. പക്ഷേ ഞാനിങ്ങനെയാണ്. ഇത്ര കാലം കഴിഞ്ഞിട്ടും എനിക്കിതൊന്നും മാറ്റാൻ പറ്റിയിട്ടില്ല. ഇനി ഞാൻ ആദ്യം എന്താ ചെയ്യുക വെച്ചാലേ, ഉച്ചക്കത്തേക്കുള്ളതാണ് കേട്ടോ ആദ്യം റെഡിയാക്കുക. എന്നിട്ട് മാത്രമേ ഞാൻ രാവിലത്തേക്ക് നോക്കുള്ളൂ. രാവിലത്തേക്ക് വേണ്ട പലഹാരങ്ങളും അതിനുള്ള കാര്യങ്ങളും അങ്ങനെ അങ്ങനെ അങ്ങനെ. 8:15 എൻ്റെ ബോർഡർ. 8:15 കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നിനും കിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, അത് കഴിഞ്ഞാൽ പിന്നെ മോളെ എണീപ്പിച്ച് കഴിഞ്ഞ് അവളെ കുളിപ്പിച്ച് അവളെ റെഡിയാക്കി ഭക്ഷണം കൊടുത്ത് ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും സമയം 9 മണിയൊക്കെ കഴിയും. പിന്നെ അവളുടെ ടിഫിൻ, സ്നാക്സ് ഇതെല്ലാം പാക്ക് ചെയ്ത് 9:15 ഞാൻ അവളെയും കൂട്ടി ഇറങ്ങും. ഞാൻ തന്നെയാണ് അവളെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് അവളുടെ അസംബ്ലിയും കഴിഞ്ഞ് അതിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കേട്ട് അവൾ ക്ലാസ്സിൽ കയറിയിട്ട് ഞാൻ വരും. എന്നിട്ടാണ് ഞാൻ ഭക്ഷണം പോലും കഴിക്കാറ്. എൻ്റെ റൊട്ടീൻ മാത്രമല്ല ഇതെന്ന് എനിക്കറിയാം. ഇതിൽ ചെറിയ വേരിയേഷൻസ് ഉള്ള ആൾക്കാരാണ് ഒത്തിരി ഉണ്ടാവുക. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ രാവിലെയുള്ള തിരക്കുകൾ സ്കൂളിൽ പോകുന്ന അമ്മമാർക്ക് ഒരു വലിയ തലവേദനയാണ് അല്ലേ. ഒരു ചെറുതൊന്നുമല്ല, അതൊരു വലുതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് റൊട്ടീൻ. നിങ്ങൾക്കുണ്ടാവില്ലേ ഇത്തരത്തിലൊന്ന്?